ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെവൻത് സെമസ്റ്റർ ബി.ഫാം ഇൻഡസ്ട്രിയൽ ഫാർമസി യൂണിറ്റ് 3യിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് IB അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ബ്രോഷർ എന്നുള്ളതാണ്. So this is the learning objective of the session. You will be able to understand, describe and write about investigator brochure, its definition, what are its contents, what is the purpose of IB, etc. So let's start with the definition of IB or investigator's brochure. So it can be defined as the compilation of clinical and non-clinical data on the investigational product that are relevant to the study of product in human subjects. അപ്പോൾ ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ് ഒരു സാധനമുണ്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ IND അപ്ലിക്കേഷൻ, ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ, ഈ പറയുന്ന അപ്ലിക്കേഷനിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്. കമ്പൈലേഷൻ ഓഫ് ദ ഡാറ്റയാണ്. എന്തിൻ്റെയൊക്കെ ഡാറ്റയാണ്? ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ ഡാറ്റ. ക്ലിനിക്കൽ എന്ന് പറയുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലായി ഹ്യൂമൻ ട്രയൽ ആണ്, അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയൽ ആണ്, ഹ്യൂമൻ സബ്ജക്റ്റിലുള്ള ഡാറ്റയാണ്. നോൺ ക്ലിനിക്കൽ എന്ന് പറയുന്ന സമയത്ത് അനിമൽ അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ സ്റ്റഡി ഡാറ്റാസ് ആണ്. അപ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റിൽ ഇതിന്റെ റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു IND അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞിട്ടില്ല, ക്ലിനിക്കൽ ട്രയലിനുള്ള അപ്രൂവലിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ആ സമയത്താണ് ഈ IB കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ മുമ്പ് ആ ഒരു ഇൻവെസ്റ്റിഗേഷണൽ ഡ്രഗിന്റെ മുകളിൽ, ഫോർമുലേഷന്റെ മുകളിലായിരിക്കില്ല, ഡ്രഗിന്റെ മുകളിൽ ഓൾറെഡി മാർക്കറ്റിൽ ചിലപ്പോൾ അപ്രൂവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രഗാണ്, നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഡ്രഗിന്റെ മുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്ലിനിക്കൽ ട്രയലുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലിനിക്കൽ ട്രയലുകളാണ് നമ്മൾ ഈ സമയത്ത്, അതിന്റെ ഡാറ്റയാണ് നമ്മൾ ഇതിന്റെ കൂടെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, so this is an important document which is not only required for as a part of IND application. ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കേണ്ട ഒരു ഡാറ്റ അല്ല. It also prepared for the presentation to the potential clinical investigators and ultimately for the presentation of investigator IRB. അപ്പോൾ ഏത് ഫോമിലാണ് അല്ലെങ്കിൽ ഏത് ക്ലിനിക്കൽ ഫെസിലിറ്റിയിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നത്, ആ ഫെസിലിറ്റിക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു ഡാറ്റയാണ്. അല്ലെങ്കിൽ എത്തിക്കൽ കമ്മിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് ഓർ ഇൻഡിപെൻഡന്റ് റിവ്യൂ ബോർഡ് എന്ന് പറയുന്ന ഈ ബോർഡിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു ക്ലിനിക്കൽ സ്റ്റഡി നടക്കുകയുള്ളൂ. അപ്പൊ ഈ പറയുന്ന IRBക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ബ്രോഷർ എന്ന് പറയുന്ന ഈ ഒരു കമ്പൈലേഷൻ ഓഫ് ദ ഡാറ്റ ഓഫ് ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ ഡാറ്റ. ഓക്കെ, നൗ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് IB? എന്തിനാണ് ഈ സാധനം കൊടുക്കുന്നത്? ഇത് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് സോ ദിസ് IB വിൽ പ്രൊവൈഡ് ഇൻഫർമേഷൻ സച്ച് ആസ് ഡോസ് ഓഫ് ദ ഡ്രഗ്, dose, frequency of the drug or interval of the interval of the drug administration, method of drug administration as a oral route or as a parenteral route, and safety monitoring. What are the safety monitoring procedure to the investigator and others involved in the trials? So these are the one of the purpose of IB. And second one, by giving this IB, it will enable the clinician and potential investigator to understand the data and make his or her unbiased risk benefits assessment of the appropriateness of the proposed trial. പലപ്പോഴും ഒരു റിസർച്ച് നടക്കുക, നമ്മൾ മുന്നേ പറഞ്ഞു, ചിലപ്പോൾ ആ റിസർച്ച് R&D ഡിപ്പാർട്ട്മെന്റ് നല്ല ലാബുകളൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവർക്ക് ഒരു ക്ലിനിക്കൽ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ലൈക്ക് സെറ്റപ്പ് വിത്ത് ലാബ് അറ്റാച്ച്ഡ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് പലപ്പോഴും ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ട സംഗതി എന്ന് പറയുന്നത് അവിടെ ലാബ് ഡയഗ്നോസിസുകൾ നടന്നുകൊണ്ടിരിക്കണം. ബ്ലഡിൽ എത്ര ഡ്രഗ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗൻസിൽ എത്ര ഡ്രഗ് വന്നിട്ടുണ്ട്, പ്ലാസ്മയിൽ എത്ര ഡ്രഗ് വന്നിട്ടുണ്ട്,
അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പുറത്തായിരിക്കും ഉണ്ടാവുക. അത് ഈ കമ്പനിയുടേതായിക്കൊള്ളുന്നില്ല. അപ്പൊ ഇത് മാത്രം ക്ലിനിക്കൽ ട്രയലുകൾ മാത്രം നടത്തുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസുകളോ ഫേംസുകളോ ആയിരിക്കും. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ഇൻവെസ്റ്റിഗേറ്റർ, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ അതിന്റെ അതോറിറ്റി ആയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ക്ലിനിക്കൽ ട്രയൽ നടത്താൻ പോകുന്ന ഡ്രഗിന്റെ പ്രീവിയസ് ആയിട്ടുള്ള അതിന്റെ ഒരു ഹിസ്റ്ററി, അതിന്റെ പ്രീ ക്ലിനിക്കൽ ഡാറ്റ എന്താണ്, വേറെ ഏതെങ്കിലും ഫോർമുലേഷൻസിൽ സെയിം ഡ്രഗിന്റെ ക്ലിനിക്കൽ ട്രയൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലിനിക്കൽ ട്രയലിൽ അതിന്റെ ഡാറ്റ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ഫിസിഷ്യന് സ്വന്തമായിട്ട് ഒരു ബയാസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു റിസ്ക് അസസ്മെന്റ്, ബയാസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു റിസ്ക് അസസ്മെന്റ് നടത്താനും അതിൽ നിന്ന് ബെനിഫിറ്റ്സുകൾ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് അതിനെ ആക്ട് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ഓക്കെ, ഇനി അടുത്ത ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ പ്രൊവൈഡ് ഇൻസൈറ്റ് ടു ദ സപ്പോർട്ട് ദ ക്ലിനിക്കൽ മാനേജ്മെന്റ് of the study subject during the course of clinical trial, and information should be present in concise and simple manner. വീണ്ടും അവിടെ ക്ലിനിക്കൽ മാനേജ്മെന്റിൽ സ്റ്റഡി നടക്കുന്ന സബ്ജക്ട്സിനും ഇതിനെക്കുറിച്ചൊരു ഇൻസൈറ്റ് കൊടുക്കാൻ പറ്റും. സബ്ജക്ട്സിനോട് നമുക്ക് കൺസെന്റ് വാങ്ങുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇന്ന സ്റ്റഡികളൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ഇന്നതൊക്കെയാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ, ഇങ്ങനെയുള്ള കുറച്ച് ADRകളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് സൈൻ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞ് അവർക്ക് ഒരു ഇൻസൈറ്റ് കൊടുക്കാൻ പറ്റും. ആൻഡ് ദ ഐബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ IB ഒരിക്കൽ ഉണ്ടാക്കി വെക്കുന്ന സാധനമല്ല. വി ഹാവ് ടു റിവ്യൂ അറ്റ്ലീസ്റ്റ് ആനുവലി. ഓരോ കൊല്ലം കൂടുന്ന സമയത്തും ഈ ഇൻവെസ്റ്റിഗേറ്റർ ബ്രൗഷർ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. And reversed as necessary in compliance with the sponsors written procedures. അപ്പോൾ പ്രിൻസിപ്പൾ ആയിട്ടുള്ള അതിന്റെ സ്പോൺസർ ആരാണോ അവരെ ആവശ്യത്തിനനുസരിച്ച്, അവരുടെ സ്റ്റഡിക്ക് അനുസരിച്ച് ആവശ്യമെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യും വേണ്ടി വരും. റിവ്യൂ ചെയ്താൽ മാത്രം പോരാ, റിവേഴ്സ് ചെയ്യേണ്ടി വരും. ആൻഡ് യൂഷ്വലി ദ സ്പോൺസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിംഗ് the up-to-date data of IB to the investigator, and investigator are responsible for providing up-to-date data to the IRB. Okay, ഈ പറയുന്ന ആരാണോ സ്റ്റഡിക്ക് സ്പോൺസർ ചെയ്യുന്നത് അവര് അസൈൻ ചെയ്തിട്ടുള്ള ഒരാളുടെ ഡ്യൂട്ടി ആയിരിക്കും ഇത് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. അവരാണ് ഈ ഇൻവെസ്റ്റിഗേറ്റർ ആണ് IRB, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് അല്ലെങ്കിൽ എത്തിക്കൽ കമ്മിറ്റി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് അവിടെ ഏത് സ്റ്റഡിയും നടക്കുള്ളൂ. അവരുടെ ഡിസിഷൻ ആണ് അവിടെ ഫൈനലായിട്ട് ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് ഇവരായിരിക്കും, ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ് ഈ ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷറിലുള്ള കണ്ടന്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനെ രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ടൈറ്റിൽ, നമ്മളൊരു ബോർഡർ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ പേജ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇതിന്റെ അകത്ത് ഉള്ളടക്കം എന്താണ്, അതിന്റെ ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈറ്റിൽ പേജ്. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി സ്റ്റേറ്റ്മെന്റ്, ഇത് രണ്ടെണ്ണമാണ് നിർബന്ധമായിട്ടും ഒരു ഫസ്റ്റ് 2 പേജ് എന്നുള്ള രീതിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ദെൻ നമ്മളെ പ്രൊജക്ട് ബുക്കിലൊക്കെ ഉള്ള പോലെ തന്നെ ടേബിൾ ഓഫ് കണ്ടന്റ്. യൂഷ്വലി നമ്മളെ പ്രൊജക്ട് ബുക്കിൽ സമ്മറി ഒക്കെ അവസാനമാണ്, പക്ഷെ ഇവിടെ ഈ IB വായിക്കുന്ന സമയത്ത് ഈ IB ഫുള്ള് വായിക്കാൻ സമയമില്ലെങ്കിലും IBയിൽ എന്താണ് ഉള്ളത് എന്നുള്ളതിന്റെ ഒരു സമ്മറി അല്ലെങ്കിൽ എക്സ്ട്രാക്ട് നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കണം. ദെൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ സ്റ്റഡി, ക്ലിനിക്കൽ ട്രയൽ എന്താണ് നടക്കാൻ പോകുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് IP, ഇവിടെ നിങ്ങൾ IP എന്ന് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് റെഗുലേറ്ററി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫാർമസിയിൽ IP എന്ന് കാണുന്ന സമയത്ത് റെഗുലേറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട IP ആണ്. നമുക്ക് IP എന്ന് കാണുന്ന സമയത്ത് ഇവിടെ 3 രീതിയിലുള്ള IP നമുക്ക് മനസ്സിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയണില്ല. ഒന്ന് IP എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്ത്യൻ ഫാർമക്കോപ്പി ആയിട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം, അല്ലെങ്കിൽ IP എന്ന് പറയുന്ന സമയത്ത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിലുള്ള IP ആയിട്ട് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തതാണ് ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റ് ആണ് IP കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഫോളോയിങ് ഈ ഒരു ടോപ്പിക്കിലൊക്കെ നമ്മൾ IP എന്ന് എവിടെ കേട്ട് കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. എന്ത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ ക്ലിനിക്കൽ ട്രയൽ നടത്താൻ പോകുന്നത്, പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സമയത്ത്
ഒരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിന്റെ ഡോസേജ് ഫോം ആണ് ഉദ്ദേശിക്കുന്നത്, ഫോർമുലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, ക്യാപ്സ്യൂൾ ആയിട്ടാണോ ടാബ്ലറ്റ് ആയിട്ടാണോ പാരൻട്രൽ ആയിട്ടാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, പക്ഷെ ഈ റെഗുലേറ്ററി അഫെയറിൽ IP എന്ന് പറയുന്ന സമയത്ത് അത് ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റ് ആണ് എന്നൊന്ന് മനസ്സിലാക്കുക. നോൺ ക്ലിനിക്കൽ സ്റ്റഡീസ്, അപ്പോൾ അനിമൽ സ്റ്റഡി ഡാറ്റ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിൽ നോൺ ക്ലിനിക്കൽ ഫാർമക്കോകൈനറ്റിക് ആൻഡ് ടോക്സിക്കോളജിക്കൽ സ്റ്റഡി, ദെൻ ഹ്യൂമൻ സബ്ജക്റ്റിൽ അതിന്റെ എഫക്ട്, clinical study, pharmacokinetic and product metabolism, safety and efficacy, marketing experience, and summary of data and guidance for the investigator, and publication and report. So these are the different content of IB, investigator brochure. Now coming to one by one. First one is title. അപ്പോൾ title page എന്ന് പറയുന്ന സമയത്ത് it should give an overall idea what is there inside എന്നുള്ളത് അതിൽ റിഫ്ലക്ട് ചെയ്യണം. ഇപ്പോൾ സ്പോൺസർ നെയിം ഉണ്ടായിരിക്കണം, ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റിന്റെ ഒരു ഐഡന്റിറ്റി, അതിന്റെ റിസർച്ച് നമ്പർ, കെമിക്കൽ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ജനറിക് നെയിം, ട്രേഡ് നെയിം, ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ അതിന്റെ ഐഡന്റിറ്റി റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡാറ്റ ഉണ്ടായിരിക്കണം. റിലീസ് ഡാറ്റ, ഈ ഒരു IB എന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് അതിന്റെ ഡാറ്റ ഉണ്ടായിരിക്കണം. എഡിഷൻ നമ്പർ ഇഫ് ദർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു IB പല സമയങ്ങളിലായിട്ട് നമുക്ക് റിവ്യൂ ചെയ്യണം, ചില സമയത്ത് റിവേഴ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ റിവേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്രാമത്തെ നമ്പർ ഓഫ് എഡിഷൻ ആയിട്ടാണ് IB പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഉണ്ടായിരിക്കും. ടൈറ്റിൽ പേജിൽ തന്നെ സ്പോൺസർ നെയിം ഉണ്ടായിരിക്കണം, പ്രൊഡക്റ്റ് റിസർച്ച് നമ്പർ ഉണ്ടായിരിക്കണം, അതിന്റെ നെയിം, ജനറിക് കെമിക്കൽ നെയിം, ട്രേഡ് നെയിം ഉണ്ടെങ്കിൽ അതിന്റെ നെയിം ഉണ്ടായിരിക്കണം, എന്നാണ് അത് പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റ ഉണ്ടായിരിക്കണം, പ്രീവിയസ് എഡിഷൻ നമ്പർ, അതിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ എഡിഷൻ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് ഡാറ്റയും കൊടുക്കണം, ഇത് എത്രാമത്തെ എഡിഷൻ ആണ് എന്നുള്ളത്. ദെൻ ഡേറ്റ്. ദെൻ അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആണ് കോൺഫിഡൻഷ്യാലിറ്റി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയാൻ പോകുന്ന എല്ലാ ഡാറ്റയും സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആണ് എന്ന് നിർബന്ധമായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. Sponsor may wish to include the statement instructor, the investigator or recipient to treat IB as a confidential document for sole information and use of investigation team and IRB and IEC. Investigation review ബോർഡിനും മാത്രമേ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റ, പേര്, ഏജ്, നമ്പർ, അഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തോട്ട് കൊടുക്കാൻ പാടുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു കോൺഫിഡൻഷ്യാലിറ്റി സ്റ്റേറ്റ്മെന്റ് അതിൽ വെച്ചിട്ടുണ്ടാവണം. ഇനി അടുത്തതാണ് ടേബിൾ ഓഫ് കണ്ടന്റ്. ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറയുന്ന സമയത്ത് മൂന്നാമത്തെ പേജ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക ടേബിൾ ഓഫ് കണ്ടന്റ് ആണ്. അപ്പോൾ അതിൽ നമ്മളൊരു ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി പറയാൻ പോകുന്ന എത്രാമത്തെ പേജിൽ എന്തൊക്കെ രീതിയിലുള്ള ഹെഡിങ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു ടേബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതിന് ശേഷമുള്ള ഡാറ്റാസുകളൊക്കെ എത്രാമത്തെ പേജിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമ്മളെ ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് സമ്മറി. സമ്മറി സാധാരണഗതിയിൽ ഒരു ഓവറാൾ ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനെ കുറിച്ചാണ് സ്റ്റഡി നടക്കുന്നത്, ഏത് രീതിയിലാണ് സ്റ്റഡി നടന്നത്, എന്ത് റിസൾട്ടാണ് കിട്ടിയത് എന്നുള്ളതെല്ലാം കൂടി ഒരു 2 പേജിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു പാരഗ്രാഫ് രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു ഡാറ്റയാണ് സമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സമ്മറി എഴുതുന്ന സമയത്ത് we have to highlight the significant physical, chemical and pharmaceutical, pharmacological, toxicological, pharmacokinetic and metabolical and clinical informations of the IB, investigational പ്രൊഡക്റ്റിന്റെ ഇത്രയും ഡാറ്റയിലോട്ട് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ അത് സമ്മറി എഴുതേണ്ടത്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ, അപ്പോൾ എന്താണ് സ്റ്റഡിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, എന്തിനാണ് സ്റ്റഡി നടത്തുന്നത്, അവിടെ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ കെമിക്കൽ നെയിം എന്താണ്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണ്, ഫാർമക്കോളജിക്കൽ ക്ലാസ് ഏതൊക്കെയാണ്, ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള യൂസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റിന്റെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ജനറൽ ആയിട്ടുള്ള അപ്രോച്ചസുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റ വേണ്ടത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സമയത്ത്. അടുത്ത ഡാറ്റ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി IP, ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. സോ വി ഹാവ് ടു ഇൻക്ലൂഡ് ദ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദി ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റ്. അപ്പോൾ അതിന്റെ പ്രീ ഫോർമുലേഷൻ സ്റ്റഡി ആയിട്ടുള്ള സോളുബിലിറ്റി, പാർട്ടീഷൻ കോഎഫിഷ്യന്റ്, അതുപോലെ മെൽറ്റിംഗ് പോയിന്റ്, ഇങ്ങനെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും, കെമിക്കലായിട്ട് അതിന്റെ
എന്ത് രീതിയിലുള്ള ഡീഗ്രഡേഷൻസുകളൊക്കെയാണ് സാധാരണഗതിയിൽ നടക്കാനുള്ള ചാൻസ്, അതിന് ഏതെങ്കിലും രീതിയിലുള്ള പോളിമോർഫിസം ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയിലോട്ട് വരുന്ന സമയത്ത് BCS ക്ലാസിഫിക്കേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ ഏത് എന്താണ് അതിന്റെ പ്രോപ്പർട്ടി, ഹൈലി സോളിബിൾ, ഹൈലി പെർമിയബിൾ ആണോ, അതല്ല ഹൈലി സ്ലോലി പെർമിയബിൾ, ലോ സോളിബിലിറ്റി ഉള്ള സാധനമാണോ, അതല്ല അതിലുള്ള ഇൻ ബിറ്റ്വീനുള്ള സാധനങ്ങളാണോ, എന്താണ് BCS 1 to 4 ക്ലാസിന്റെ ഉള്ളിൽ ഏത് ക്ലാസ്സിൽ വരുന്നതാണ് നമ്മളെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ്. ദെൻ ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റിന്റെ സ്റ്റോറേജ്, ഹാൻഡിലിംഗ് എങ്ങനെയാണ്, എന്തെങ്കിലും സ്ട്രക്ചറൽ സിമിലാരിറ്റീസ് ഉള്ള ഡ്രഗ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രഗിന്റെ സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉള്ള ഡ്രഗ് ആണോ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ഫിഫ്ത്ത് വൺ ആസ് നോൺ ക്ലിനിക്കൽ സ്റ്റഡി. നോൺ ക്ലിനിക്കൽ സ്റ്റഡിയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നോൺ ക്ലിനിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ സ്റ്റഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ടോക്സിക്കോളജിക്കൽ, ഫാർമക്കോകൈനറ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാണ്, അനിമൽ സ്റ്റഡി നടത്തിയതിലുള്ള ഏത് സ്പീഷീസ് ആണ് ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്, ഏത് ഓർഗാനിസം ആണ് യൂസ് ചെയ്തത്, ആ ഓർഗാനിസത്തിലെ എത്ര നമ്പർ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസുകൾ എടുത്തിട്ടുണ്ട്, യൂണിറ്റ് ഡോസ് പെർ മില്ലിഗ്രാം പെർ കിലോഗ്രാം എത്ര ഡോസ് ആണ് കൊടുത്തത്, ഡോസ് ഇന്റർവൽ എങ്ങനെയാണ് കൊടുത്തത്, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, ഡ്യൂറേഷൻ ഓഫ് ഡോസിങ് എങ്ങനെയായിരുന്നു, എത്ര സമയം കൊണ്ടാണ് ഡോസ് അഡ്മിനിസ്ട്രേറ്റ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ട് അനിമൽ സ്റ്റഡീസിന്റെ കംപ്ലീറ്റ് ഡാറ്റ അതിൽ ഉണ്ടായിരിക്കണം. ദെൻ നോൺ ക്ലിനിക്കൽ ഫാർമക്കോളജിക്കൽ ഡാറ്റ ഇൻക്ലൂഡിങ് സമ്മറി ഓഫ് ഫാർമക്കോളജിക്കൽ ആസ്പെക്ട്സ്, ഏത് രീതിയിലുള്ള എഫക്റ്റ് ആണ് അതിന് കിട്ടിയത്, അതിന്റെ ഫാർമക്കോകൈനറ്റിക് ആൻഡ് ഡ്രഗ് മെറ്റബോളിസം എങ്ങനെയാണ് ബോഡിയിൽ നടന്നത്, ഒരു റൂട്ടിൽ കൊടുത്ത സമയത്ത് അത് എങ്ങനെയാണ് അബ്സോർബ് ചെയ്തത്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, എങ്ങനെയാണ് അത് മെറ്റബോളിസം ഉണ്ടായത്, അത് ഏത് റൂട്ടിലാണ് എക്സ്ക്രീറ്റ് ചെയ്തത്, വാട്ട് ആർ ദ ഇറ്റ്സ് ടോക്സിക്കോളജിക്കൽ എഫക്ട്സ് ഇൻ അനിമൽസിൽ എന്തൊക്കെ രീതിയിലുള്ള ടോക്സിക്കോളജിക്കൽ എഫക്റ്റ് ആണ് കിട്ടിയത്, അത് പല രീതിയിലുള്ള ടെസ്റ്റ് നടത്തിയ സമയത്ത് സിംഗിൾ ഡോസ് കൊടുത്തപ്പോൾ എന്ത് ADR ഉണ്ടായി, റിപ്പീറ്റഡ് ഡോസ് കൊടുത്ത സമയത്ത് എന്ത് ADR ഉണ്ടായി, കാർസിനോജെനിസിറ്റി പോലുള്ള ഏതെങ്കിലും ADRകൾ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ഡാറ്റ ഇൻക്ലൂഡ് ചെയ്യണം. സിക്സ്ത് വൺ, എഫക്ട് ഇൻ ഹ്യൂമൻ സബ്ജക്ട്സ്. ഹ്യൂമനിൽ ക്ലിനിക്കൽ ട്രയൽ നടത്തിയ സമയത്ത് ഓൾറെഡി കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ കഴിഞ്ഞ ഡാറ്റ, അതല്ല നമ്മളെ പ്രൊഡക്റ്റിന്റെ വേറൊരു സെയിം ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റിന്റെ വേറൊരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റിന്റെ ക്ലിനിക്കൽ ട്രയലിന്റെ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ത്രൂ ഔട്ട് ദ ഡിസ്കഷൻ, എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റിന്റെ ഹ്യൂമനിൽ ഉണ്ടായിട്ടുള്ള phase 1, phase 2, phase 3 ഡാറ്റാസ് ഒക്കെ എങ്ങനെയൊക്കെയാണ്, ഫാർമക്കോകൈനറ്റിക്, ഫാർമക്കോഡൈനാമിക് ആൻഡ് മാർക്കറ്റിക് ഡാറ്റ എന്തൊക്കെയാണ് കിട്ടിയത് എന്നുള്ളത്. ദെൻ സെവൻത്ത് പോയിന്റ് ആയിട്ട് സമ്മറി ഓഫ് ഡാറ്റ ആൻഡ് ഗൈഡൻസ് ഫോർ ദ ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇനി ഈ ഒരു ക്ലിനിക്കൽ ട്രയലിന്റെ ഡാറ്റ പുതിയ ഒരു ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേറ്റർക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സമ്മറി നമ്മൾ കൊടുക്കണം. പ്രത്യേകിച്ച് മോർ എംഫസിസ് ഓൺ ദ പോസിബിൾ റിസ്ക്, അഡ്വേഴ്സ് എഫക്ട്സ് ആൻഡ് ഒബ്സർവേഷൻ ആൻഡ് പ്രിക്കോഷൻസ്. അതിനെക്കുറിച്ച് കൂടുതൽ പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡാറ്റ, ഒരു സമ്മറി ആയിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യണം. So these are the different datas of or different contents of investigational brochure. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എന്നാൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. 2 മാർക്കിനും 5 മാർക്കിനും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് IB എന്ന് പറയുന്നത്, ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷർ എന്ന് പറയുന്നത്. സോ ഇതിൽ എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് നിർബന്ധമായിട്ടും എഴുതണം. ഡെഫിനിഷന് ശേഷം നിങ്ങൾ അതിന്റെ പർപ്പസ് എന്താണെന്ന് എഴുതാം. അതിനുശേഷം അതിന്റെ കണ്ടന്റ്, മാർക്കിനനുസരിച്ച് കണ്ടന്റ് ഇലാബറേറ്റ് ചെയ്യുക. 5 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്ത പോലെ ആ കണ്ടന്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ അകത്ത് വേണ്ട കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക. അതല്ല ഒരു 2 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് മാത്രം ഒന്ന് ലിസ്റ്റ് ചെയ്താൽ മതി, അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ നിൽക്കരുത്. 5 മാർക്കിനാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡെഫിനിഷൻ എഴുതണം, പർപ്പസ് എഴുതണം, കണ്ടന്റുകൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓരോ കണ്ടന്റിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡാറ്റ കൊടുക്കേണ്ടത് എന്നുള്ള സാധനം കൂടി ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷർ.